എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുന്നതിന് മുമ്പുള്ള അഗ്നി പരീക്ഷ എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഗ്നി പരീക്ഷ നിങ്ങൾക്കറിയാമല്ലോ, ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ കുറേ കോമണേഴ്സിനെ അങ്ങോട്ട് കയറ്റി വിടണം. അപ്പോൾ ഒരു 40 പേരെ പിടിച്ചു നിർത്തി അവരെ ഈ മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് 3 ജഡ്ജസ് കസേരയിലിരുന്ന് കറങ്ങി മാർക്ക് ഇടുന്നൊരു സെറ്റപ്പാണ് ഈ അഗ്നി പരീക്ഷ. ഈ 40 പേരിൽ നിന്നും 5-6 പേരെ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറി അഴിഞ്ഞാടി വേടാ മുനിസേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും. ആ വിടാനുള്ള 5 പേരെ കണ്ടുപിടിക്കാൻ 40 പേര് തമ്മിലെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അഗ്നി പരീക്ഷയ്ക്കകത്ത്. അത് കുഴപ്പമൊന്നുമില്ല, നല്ല പരിപാടിയാണ്. അവരെങ്ങനെ തമ്മിലെടുപ്പിക്കട്ടെ. ഈ ബിഗ് ബോസ് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ തീർന്നപ്പോഴാണ്, ഐഡിയ അല്ല ഇപ്പോൾ വേറെ കണ്ടല്ലേ, സ്റ്റാർ സിംഗർ തീർന്നപ്പോഴാണ് ഈ ബിഗ് ബോസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതേ സെറ്റ് തന്നെ എന്നാൽ പിന്നെ കുറച്ചാളൂടെ അങ്ങ് മതിലാക്കിയേക്കാം എന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു. ഒരു ജഡ്ജിങ് പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ മാരാരാരാ, ഈ അഖിൽമാരേ മാരാരാരാ, വിജയ് വിന്നർ ഓഫ് സീസൺ 5 ബിഗ് ബോസ് ടൈറ്റിൽ ബിഗ് ബോസ്. അപ്പോൾ ഈ മാരാര് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാനാരാ വിന്നർ, വിജയിച്ചവൻ, ഇത് വിജയിച്ചവൻ്റെ കഥയാണ്, വിജയിച്ചവന് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് മാരാര് തുടങ്ങുന്നത്. മാരാര് ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ പുള്ളി തകർത്ത് വാരും. പുള്ളി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോയി കേട്ടോ, പിന്നെ തലച്ചോറെടുത്ത് എവിടെയെങ്കിലും എടുത്ത് അയ്യത്തളയും. അപ്പം മാരാരിവിടെ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയൊരു സാധനമുണ്ട്, മാസ് അടിച്ചൊരു സാധനം വന്നു. നമുക്ക് മാസം ഒന്ന് കാണാം. ഇപ്പൊ നമുക്ക് ഉസൈൻ ബോൾട്ടിനെ അറിയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ആളാണ്. രണ്ടാമത് വന്നാളെ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല. രണ്ടാമത് വന്നാരാ? ഉസൈൻ ബോൾട്ടിന് എല്ലാവർക്കും അറിയാം. രണ്ടാമത് വന്നാരാ? ഉസൈൻ ബോൾട്ട് ഒറ്റത്തവണ ഒന്നാമത് വന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. ഉസൈൻ ബോൾട്ട് ഒരുപാട് തവണ ഒന്നാമത് വന്നു. ആ വന്നതിനകത്ത് ഉസൈൻ ബോൾട്ട് ഒരുപാട് റെക്കോർഡുകൾ ഇട്ടു. അങ്ങനെയാണ് ഈ ഉസൈൻ ബോൾട്ട് എന്നുള്ള പേര് നമ്മുടെ മുന്നിൽ വന്നത്. അല്ലാതെ ഒറ്റത്തവണ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചക്ക വീണു മുതൽ എത്തു ലക്കടിച്ചു എന്നൊക്കെ പറയും. മാരേജ് കേട്ടോ, മാരേജ് ശരിക്കും സ്കില്ലുള്ള ഒരു പ്ലെയറാണ്. ഇതുവരെ ബിഗ് ബോസ് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിഗ് ബോസ് പ്ലെയർ അഖിൽ മാരാരാണ്. അപ്പോൾ രണ്ടാമത് ഈ ബിഗ് ബോസിൽ വന്നരുത് ഈ മാരാറുടെ സീസണിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ആങ്കറായിട്ടുള്ള റനീഷയായിരുന്നു. അപ്പോൾ റനീഷയ്ക്ക് അത് ഇവിടെ കുത്തിപ്പറഞ്ഞ പോലൊരു ഫീല് റനീഷ അത് ചോദ്യം ചെയ്തു. അപ്പോൾ മാരാർക്കാരുടെ ബാക്കി മാരാർ സിദ്ധാന്തങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്നാമതെത്തിയ ആളെ ജനം ഓർക്കുമ്പോൾ രണ്ടാമതെത്തിയ ആളെ മറക്കുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ മൈന്യൂട്ടായി. അപ്പൊ നമ്മൾ എന്താണ് ആ ചെറിയ വ്യത്യാസത്തെ ഓർക്കം ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ നമ്മളെ വോട്ട് കുറച്ച് കൂടുതൽ എനിക്കുണ്ടായിരുന്നു. മാരാർ വലിയ സിദ്ധാന്തമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് വന്ന ആളെ മാത്രമേ ജനങ്ങൾ ഓർക്കത്തുള്ളൂ, പക്ഷേ രണ്ടാമത് വന്ന ആളെ ഓർക്കത്തില്ല. അപ്പോൾ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ പോലും ഉണ്ടാക്കാതെ രണ്ടാമനായി നിൽക്കുന്നവൻ ഒന്നാമതാകുമ്പോൾ, ഒന്നാമത് നിൽക്കുന്നവൻ രണ്ടാമതാകുമ്പോൾ രണ്ടാമത്, ഇത് എല്ലാത്തിനും പിടിച്ച് ഒന്നാമനാക്കാൻ പറ്റുമോ? ഒരാൾക്കല്ലേ ഒന്നാമനാകാൻ പറ്റൂ? മാരാർ എഴുതി പഠിച്ച കുറേ സിദ്ധാന്തങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഈ അഗ്നി പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ അഗ്നി പരീക്ഷ കംപ്ലീറ്റ്ലി പൂജയുടെ ഷോയാണ്. പൂജയുടെ ഷോ എന്ന് പറഞ്ഞാൽ പട്ടി ഷോ. ഇന്നലെ ഒരു പൂജ വന്നു. ഇന്നലത്തെ പൂജയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ക്ലൂ ഉണ്ട്. ആ ക്ലൂ എടുക്കുക, ക്ലൂവിൻ്റെ ഉത്തരം അവിടെ പൂട്ടിയിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് കുത്തി തുറക്കണം. അപ്പോൾ ഇന്നലത്തെ പൂജയ്ക്ക് കുത്തി തുറക്കാൻ പറ്റിയില്ല. പൂജ ഒരുത്താൻ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അപ്പോൾ പൂജ ഹെൽപ്പ് ചെയ്യാൻ വന്നവൻ എന്ത് ചെയ്തു? മൊത്തത്തിൽ ലോക്കാക്കി, അടപടലെ ലോക്കാക്കി. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു, നമ്മൾ ഈ പൂജനെ വിജയിപ്പിക്കട്ടെ? പൂജയുടെ 2 ക്ലൂ ഉണ്ട്, പൂജയുടെ ഒരു കീ ഉണ്ട്, താഴെ ലോക്കായതാ, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൂജ കയറി. അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾ ഇപ്പം ഈ കാണുന്ന പൂജ കുത്തിയിരുന്ന് ആലോചിച്ചു, ആ പൂജ അങ്ങനെ കയറുമ്പോൾ എനിക്കെന്തുകൊണ്ട് കയറാൻ പറ്റില്ല? എൻ്റെ കീ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ പൂജ കയറിയതിൻ്റെ കണ്ണുകടിയുമായി ഈ പൂജ രംഗത്ത് വന്നു. ഈ പൂജ വന്നിട്ട് ഇന്നലത്തെ അത് ഫെയറല്ല, നഹി എന്ന് പറഞ്ഞ നഹി, ദിസ് ഈസ് എ റാങ് എന്ന് പറഞ്ഞ റാങ് എന്ന് പറഞ്ഞുകൊണ്ട് പൂജ പട്ടിഷോ കാണിച്ചു. ആ പട്ടിഷോ കാണിച്ചതുകൊണ്ട് മാത്രം ഇന്നത്തെ ഈ എപ്പിസോഡ് ഫുള്ള് നമ്മുടെ ഇന്നത്തെ പൂജ പട്ടിഷോ ആയിട്ട് അടിച്ച് മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് ജഡ്ജസ്മാർ. ഇത് വെറും ഷോ ഓഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ പൂജയുടെ ഷോ. പൂജയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ താൻ തോക്കുമ്പോൾ ഞാൻ തോറ്റത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടല്ല, അവൻ്റെ ചതിയിലൂടെയാണ് ഞാൻ തോറ്റത്, ഇവൻ്റെ ചതിയിലൂടെയാണ് ഞാൻ തോറ്റത്. അതിലേ ഒരു കാറ്റ് പോയപ്പോൾ ആ കാറ്റ് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ കാറ്റ് വെച്ചിട്ടാണ് ഞാൻ തോറ്റത് കേട്ടോ. എനിക്ക് മുടിഞ്ഞ സ്കില്ല. ഇതാണ് പൂജയുടെ സാധനം. പൂജയ്ക്കൊരു ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പൂജയുടെ പ്രശ്നം. ഇനി ഈ അഗ്നി പരീക്ഷയിൽ ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ 20 പേരുണ്ടായിരുന്നു. അതിൽ ഈ ജഡ്ജസ് ഉണ്ടല്ല, ഈ കണ്ടസ്റ്റൻസിനെ വീതിച്ചെടുക്കും, പകുത്തെടുത്തും. ഏതാ നമ്മുടെ ഷാജി പാപ്പൻ ആടിനകത്ത് മറ്റേ ഇതാക്കുമല്ലോ, കബഡി നിരത്തുമല്ലോ, അതേപോലെ ജഡ്ജസ് ഈ കണ്ടസ്റ്റൻസിനെ പിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പൊന്നിടാവേ ഈ റിയാസ്
എന്തൊക്കെ തരത്തിലാന്ന് പറയുക ആളുകളെ വിളിക്കുന്നേ. ഇന്നലെ ഒരാളെ വിളിച്ചതാണേ, ഇതുപോലെ ഒരു പുരുഷനാൽ കരയപ്പെട്ട സ്ത്രീ ഉണ്ടെങ്കിൽ വരൂ എന്നൊക്കെ. ഇതൊക്കെയാണ് റിയാസ് ടീമിലെടുക്കുന്നതിൻ്റെ പ്രധാന മാനദണ്ഡം. ഇന്ന് റിയാസ് ടീമിലെടുത്തതിൻ്റെ മാനദണ്ഡം ഒന്ന് കണ്ടാലോ? ദണ്ഡം കാണാം. അറിയില്ല. സോ റാൻഡംലി എക്സ് ബോയ്ഫ്രണ്ടാൽ ചീറ്റ് ചെയ്യപ്പെട്ട ആരൊക്കെ ഉണ്ട് ഇവിടെ? എൻ്റെ മോനെ, നിനക്കിതോ മുന്തിയനും പ്രശ്നമാണ്. ശരിക്കും നീ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതായിട്ടുണ്ട്. പുരുഷനെന്ന് ഞാൻ പുരുഷനാ, എന്നിട്ട് ഇവൻ പുരുഷൻ എവിടെ ഉണ്ടോ പുരുഷനെ തെരഞ്ഞു പിടിച്ചൊരുമാതിരി പുരുഷത്വം ഇല്ലാത്ത പരിപാടി കാണിക്കുന്ന എൻ്റെ പുരുഷു ഈ പരിപാടി കാണിക്കില്ല കേട്ടോ. സ്ത്രീ അങ്ങനെ ഒരാളെ ടീമിലെടുത്ത് അയാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും എൻ്റെ കാമുകൻ എന്നെ തേച്ച് അവൻ എന്നെ നശിപ്പിച്ചിട്ട് പോയി എന്ന സാധനം ഓർക്കാൻ തയ്യാറാകുമോ? അങ്ങനൊരു സാധനത്തിലൂടെയാണോ ഒരാൾക്ക് ഐഡൻറ്റിറ്റി കൊടുക്കേണ്ടത്? ഈ റിയാസ് എന്തൊക്കെ തേങ്ങ വെച്ചിട്ടാണ് ആളെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മാരാരുണ്ടല്ലോ, മാരാർ പക്ക ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും സെലക്ട് ചെയ്യുന്നത്. ഈ ചുമ്മാ ടീമിൽ പെറുക്കിയിടുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും സെലക്ട് ചെയ്യുന്ന കാണുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇവരൊന്നും അനലൈസ് ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ ഇവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മൂല്യം കാണണമല്ലോ. മാരാർ അതിൽ മാസ് കാണിച്ചോട്ടോ. മാരാർ ചോദിക്കുന്ന ചോദ്യത്തിന് അതിൻ്റേതായ ഒരു നിലവാരം പുലർത്തുന്നുണ്ട്. രഞ്ജിനി ആണെങ്കിലും ഡിവോഴ്സ് ആരെങ്കിലും ഉണ്ടോ എൻ്റെ ടീമിലിട്ട് പോവാ, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എൻ്റെ ടീമിലേക്ക് പോവാ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ മാരാർ വേറെ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് ആളെ പിക്ക് ചെയ്യുന്നത്. ഇന്നൊന്നും യവന്മാർ സത്യം പറയണമെന്നില്ല, മാരാറുടെ ഒരു ചോദ്യം ഒന്ന് കാണാം. ഇനി ഏത് ടീമിൽ പോയാലും ഞാൻ ഇവിടെ വന്നത് കളിക്കാനാണെന്ന് മൈൻഡ് സെറ്റുമായിട്ടാണ് നിങ്ങളെല്ലാം വന്നേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുത്തിനെ ചൂസ് ചെയ്തേ. ഏത് ടീമിൽ പോയാലും കളിക്കാനാണ് ഞാൻ വന്നത് എന്ന മൈൻഡ് സെറ്റ് ഉള്ളവൻ ആരാണ്? അവ എൻ്റെ ടീമിലേക്ക് വരൂ. പക്ഷേ ഈ അഖിൽമാരെ കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, എൻ്റെ ടീമിലേക്ക് വരൂ. റിയാസിനെ തോപ്പിക്കാൻ കഴിവുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്, എൻ്റെ ടീമിലേക്ക് വരൂ. ഇങ്ങനെയാണ് മാരാർ ടീം പിക്ക് ചെയ്യുന്നത്. അതിനകത്ത് വലിയ കഥയുണ്ടോയെന്നൊന്നും എനിക്കറിയാമല്ല. പക്ഷേ മാരാറുടെ ഒരു ക്വാളിറ്റി മാരാർ ബിഗ് ബോസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബിഗ് ബോസിൽ മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് ഒരു ക്ലിപ്പിംഗ് കൂടെ കാണാം കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ടാസ്ക് നടന്നു, ഇതിൽ നിന്ന് ഒരാൾ പുറത്തു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എണീച്ച് നാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ പോയി അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ പോയിരുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങളിലൂടെയൊക്കെയാണ് അഖിൽമാരാർ ഓരോ കണ്ടസ്റ്റന്റിനെയും പുള്ളിയുടെ ടീമിലിട്ട് പിക്ക് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് തന്നെ അതിൽ ആരാണ് ഫിയർലെസ് ആയിട്ട് മറ്റൊരുത്തിൻ്റെ മുഖത്ത് നോക്കി നീ എലിജിബിൾ അല്ല, ഇറങ്ങി പോടാ പുറത്ത് എന്ന് പറയാൻ കെൽപ്പുള്ളൊരുത്തിനെ കണ്ടുപിടിക്കുന്നത്. അതേസമയം ഡിപ്ലോമസി കളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഡിപ്ലോമസി കളിക്കുന്നവരൊന്നും പുള്ളി എടുത്തിട്ടില്ല. ഡിപ്ലോമസി കളിക്കുന്നതിനെല്ലാം പിടിച്ച് എഞ്ചിനീയേഴ്സ് പുള്ളിക്കാരുടെ ടീമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീമിനെ 3ആയിട്ട് പകുത്തെടുത്തു. അഖിൽമാരുടെ റഫ് ആൻഡ് ടഫ് ടീമിലുള്ളവരാണ് ഇവർ. അതേപോലെ രഞ്ജിനി ഹരിദാസിൻ്റെ ഫിയർലെസ് ടീമിലുള്ളവരാണ് ഇവർ. അതോടൊപ്പം തന്നെ റിയാസ് സലീമിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന ടീമിലുള്ളവരാണ് ഇവർ. ഇങ്ങനെ 3ആയിട്ട് ആളുകളെ പിരിച്ചതിന് ശേഷമാണ് ഇനി ഗെയിം തുടങ്ങാൻ പോകുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ടീമിലെ അംഗങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് ഈ പുള്ളിക്കാരൻ ഉണ്ടല്ലേ, ഈ പുള്ളിക്കാരൻ കൊള്ളാം കേട്ടോ. ഈ പുള്ളിക്കാരൻ നല്ല ഫണ്ണൊക്കെ അടിച്ച് നല്ല ക്ലാസ് ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ പൂജനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഞാൻ പൂജയിലേക്ക് വരാം. അപ്പോൾ ഇവർക്ക് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് ജയിക്കണം. ഈ ഇന്നലെ പറഞ്ഞ ഒന്നൊന്നും പറയാം. ആ ടാസ്ക് ജയിക്കുന്ന, ആ ടാസ്കിൽ മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ഇവരൊരു മാല കൊടുക്കും. ഇൻഫിനിറ്റിയുടെ ഒരു മാല കൊടുക്കും. ആ മാല കിട്ടുന്നവൻ എന്തോ പവർ കിട്ടും. അല്ലാതെ ഒരു തന്നെ പിടിച്ച് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ ഡേഞ്ചർ സോൺ ഇരുത്തും. അവനൊരു റെഡ് ബാൻഡ് കൊടുക്കും. അതെന്തോ പണിയാണ്. ആ പണി കേണി അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിപ്പോൾ നമുക്കറിയേണ്ട കാര്യമില്ല. ആ പണി എവിടെ വെച്ചോ മരുന്ന് ഡപ്പയിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് കളി. അപ്പോൾ ആദ്യത്തെ ടീമിന് കിട്ടിയ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവർക്ക് കുറേ ടാസ്കുകൾ കൊടുക്കുകയാണ്. ഈ ടാസ്കുകൾ കൊടുക്കുന്നതിന് മുമ്പേ ഇവരെ പരിചയപ്പെടുത്തുമ്പോഴത്തേന് യവന്മാരെ ഇവരെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയൂ. നിന്റെ പേര് പറയും. ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് മനു, ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. ഞാനിവിടെ വന്നിരിക്കുന്ന ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്താനാണ്, കപ്പ് എനിക്ക് തന്നെ സ്വന്തം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ. അടുത്ത ആൾ മൈക്ക് എടുത്തിട്ട് എൻ്റെ പേര് രതീഷ്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, ഞാൻ എന്തിനാണ് കപ്പ് ഉയർത്താൻ. എടാ മനു, നിനക്ക് കിട്ടത്തില്ല, ഞാൻ ഉയർത്തും ഇവിടെ കപ്പ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അവന്മാർ കപ്പ് ഉയർത്തണമെങ്കിൽ ആദ്യം ബിഗ് ബോസ് ഹൗസിനകത്ത് കയറണം. ബിഗ് ബോസ് ഹൗസിനകത്ത് കയറണമെങ്കിൽ ആദ്യം അഗ്നിപരീക്ഷ ജയിക്കണം. അഗ്നിപരീക്ഷ ജയിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ പെൻഡൻറ്റ് കിട്ടണം കഴുത്തിലിടുന്നത്. അതിനു മുമ്പ് കപ്പ് എനിക്ക് തന്നെ മാസ്. ഈ വീരവാദം അടിച്ചു വന്ന ഒരെണ്ണവും പാസ്സായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട് പറയാം. അങ്ങനെ അന്നേരം നടന്ന ഒരു ചെറിയ സംഭാഷണം ഒന്ന് കേൾക്കാമേ. ലോകകപ്പ് നേടണമെങ്കിൽ ആദ്യം അത് ലോകകപ്പ് മത്സരം കളിക്കാനുള്ള യോഗ്യത നേടണം. അതിനൊരു ക്വാളിഫയിങ് റൗണ്ട് ഉണ്ട്. ആ ക്വാളിഫയിങ് റൗണ്ട് കടന്നിട്ടാണ് ലോകകപ്പിലെ മത്സരം കളിക്കുന്നത്. മാരാര് വളരെ കൃത്യമായി പറഞ്ഞു. ആ വന്നിരിക്കുന്ന ജഡ്ജസിൽ പ്രോപ്പറായിട്ട് തൻ്റെ റോള് മനസ്സിലാക്കി നിൽക്കുന്ന ഒരാൾ മാരാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ
ആദ്യം നീയൊക്കെ ക്വാളിഫയർ കിട്ടണം, എന്നാലേ നീയൊക്കെ ഈ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ എലിജിബിൾ ആണോ എന്ന് അറിയത്തുള്ളൂ. ആ എലിജിബിലിറ്റി ക്രോസ് ചെയ്യണം. അതിനുള്ള മത്സരമാണ് ഇവിടെ നടക്കണത്. ആദ്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ കടന്ന് ഹൗസിൽ പോയതിന് ശേഷം ലാലേട്ടനോടാണ് പറയേണ്ടത് കപ്പ് ഞാൻ തൂക്കിയിരിക്കും എന്നുള്ളത്. ഇവിടെ വെച്ച് പട്ടിഷോ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടീം കൂടുതൽ ആൾക്കാർ ഈ പട്ടിഷോ തന്നെയായിരുന്നു. മാരാർ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് പിന്നെ അത് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം. മാരാരെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം രഞ്ജിനി ഹരിദാസ് അവിടുന്ന് യെസ് ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്, വാ വണ്ടർഫുൾ, അടിപൊളി. റിയാസ് അവിടുന്ന് യെസ് അവൻ്റെ സ്പിരിറ്റിനെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. ഏത് സ്പിരിറ്റാണോ എന്തോ, റമ്മോ വിസ്കിയോ എന്തോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുപോലെ കുറേ ബ്ലോക്കുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. കുറേ ചതുരം, ത്രികോണം, ട്രയാങ്കിൾ, റെക്റ്റാങ്കുലർ, ഇങ്ങനെയൊക്കെ. എൻ്റെ മലയാളം എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. ത്രികോണം അറിയാം, ബാക്കി ത്രികോണം, മധ്യ, മൂല, ബിന്ദു വേണ്ട, ശരിയാത്തില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ റെഡ് ഒരു കമ്പാണ്ട, ഈ സാധനം അവിടെ തന്നെ നിൽക്കണം. അതിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടെ അടുക്കി വെക്കുക. ഏറ്റവും കൂടുതൽ ഹൈറ്റിലാക്കുന്ന ആൾക്കാണ് വിന്നർ. ഏറ്റവും കൂടുതൽ ഹൈറ്റിലാക്കിയിട്ട് ബസർ അടിക്കുന്നവരെ ഈ സാധനം താഴെ പോകാതെ പിടിച്ചു നിർത്തണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവരിങ്ങനെ അടുക്കി വെച്ച് ഇതിങ്ങനെ ഏറ്റവും ഹൈറ്റിലാക്കി നിർത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു. ആ ഫ്ലോറിൽ ഉണ്ടാകുന്ന കാറ്റെല്ലാം അതിനെ ബാധിക്കും. ഇതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നവരാണ് അടുക്കി നിർത്തേണ്ടത്. ഏറ്റവും താഴെ ഈ ഒറ്റക്കമ്പിയിൽ നിർത്തണം. ഒറ്റത്തുമ്പി പുറ്റിച്ചാടാൻ ആ സാധനത്തെ നിർത്തണം. ബാക്കിയുള്ളത് എങ്ങനെ വേണേലും അറേഞ്ച് ചെയ്യാം. രണ്ടെണ്ണം വേണമെങ്കിൽ ഒറ്റ ഒരെണ്ണത്തെ, അതായത് ഇങ്ങനെ ഈ കമ്പ് നിൽക്കുന്നത് ഇതിൻ്റെ മേളിൽ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ രണ്ടെണ്ണം വെക്കാം. പക്ഷേ ഈ സാധനം ഏറ്റവും ഹൈറ്റിൽ പോകുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. അങ്ങനെ ഇവർ സാധനം അടുക്കിപ്പെറുക്കി നമ്മളെ ഈ പുള്ളിക്കാരുണ്ടല്ല, ഈ പുള്ളിക്കാരനാണ് ഇത് ആദ്യം അടുക്കിപ്പെറുക്കി വെച്ചിട്ട് പ്രവാസിയാ. യെസ്, ശ്രീശാന്ത് സൈമൺസിന്റെ വിക്കറ്റ് എടുത്തപ്പോൾ കാണിച്ച സന്തോഷം പോലെ എന്നൊക്കെ പുള്ളിക്കാരൻ കാണിച്ചു. പക്ഷേ പുള്ളിക്കാരൻ അതിഭീകരമായിട്ട് ഈ ഗെയിമിൽ നിന്നും തോറ്റു. ഈ ഗെയിമിനകത്ത് ജയിച്ചതെന്ന് പറഞ്ഞത് ഒന്ന് ഈ പയ്യനാണ് ഇൻഫിനിറ്റി സുനാപ്പി കിട്ടിയത്. അവൻ്റെ പേരെന്തരായിരുന്നു? അവൻ്റെ പേര് ഷിജുവിനാണ് ഒന്നാമത് ഇൻഫിനിറ്റി കിട്ടിയത്. കാരണം ഇവൻ ഈ ബസർ അടിച്ചുടനെ ഈ സാധനം വീണു. പക്ഷേ അവൻ കറക്റ്റായിട്ടത് ബിൽഡ് ചെയ്ത് നിർത്തി. അങ്ങനെ ഒന്നിവന് കിട്ടി. യവനാണ് അടുക്കി വെച്ചത്. ഇവ അടുക്കി വെച്ച സുനയാണ് ഈ നിൽക്കുന്നത്. യവന് പക്ഷേ കൊടുത്തില്ല. യവന് കൊടുക്കാത്തതിൻ്റെ കാരണം ഇവൻ ഇതിനകത്ത് എല്ലാ ബ്ലോക്കും അടുക്കി വെച്ചിട്ടില്ല. ഒരു ബ്ലോക്ക് അടുത്തവൻ്റെ പറമ്പിൽ കിടക്കുക. വല്ലവൻ്റെ പറമ്പിലെ കാര്യം നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പറമ്പിലെ കാര്യമാണോ നോക്കിയത് അവൻ കാര്യം കൊണ്ട് പോകും. അങ്ങനെ യവൻ കാര്യം കൊണ്ട് പോയി യവൻ മാനത്ത് നോക്കി മാനസമൈനേ വരൂ എന്നും പാടിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ 2 പേർക്കാണ് പെൻഡൻറ്റ് കിട്ടിയത്. രണ്ടാമതാണ്ട് ഈ പുള്ളിക്കാരനാണ് കിട്ടിയത്. ഈ പുള്ളിക്കാരൻ്റെ പേര് രാകേഷ് എന്നാണ്. ഈ പുള്ളിക്കാരന് കിട്ടിയത്. പുള്ളി ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് എൻ്റർടൈനിങ് ആയിട്ട് അടിപൊളി കിടിലൻ സാധനമായിരുന്നു. ഈ പുള്ളി ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ സാധനം എന്നാ പറ്റി, ഈ സാധനം നമ്മളേതാണ്ട ഈ പെങ്കൊച്ചിൻ്റെ ഈ അടുക്കി വെച്ചേക്കുന്നതിലോട്ട് വീണ്. ഈ പെങ്കൊച്ച് ആരാ? പൂജ ആണല്ലോ താരം. പൂജ പറഞ്ഞു പറ്റൂല. അയാളുടെ സുനാപ്പി എൻ്റെ സുനാപ്പിയിൽ വീണപ്പോൾ എൻ്റെ സുനാപ്പി താഴെ പോയി. അപ്പോൾ എനിക്ക് വീണ്ടും റീചാൻസ് തരണം എന്ന് പറഞ്ഞു. മാരേര് പെറുക്കി അലക്കിയിട്ടുണ്ട്. നിനക്ക് മാരേരും രഞ്ജിനി ഹരിദാസും കൊടുത്തു. നിനക്കൊരു അവസരം കിട്ടുമ്പോൾ നീ അത് ഉപയോഗിക്കണം. നീ ഉപയോഗിക്കാതെ അതിന് പകരം അവൻ തള്ളിയിട്ട് യവൻ തള്ളിയിട്ട് മറ്റവൻ തള്ളിയിട്ട് ലവൻ കാരണം തോറ്റു എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി പേരെ ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അടുത്തവൻ്റെ പടലിക്കോട്ട് അടിച്ചു കയറ്റുന്ന സാധനം നമ്മൾ കാണുന്നുണ്ട്. ഇവർ 2 പേരുമാണ് ആദ്യമേ പോയി ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ 2നെയും ഔട്ട് ഹൗസിലേക്ക് വിട്ടു. ഇനി രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കോലികളിയാണ് രണ്ടാമത്തെ ടാസ്ക്. കോലികളി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ നമ്മൾ ബാംബൂം ബോയ്സിനകത്ത് ഉണ്ടല്ലേ, ഇയ്യാൻ പറ്റ അതേപോലെ തന്നെ ഇവരുടെ കയ്യിലൊരു കോല് കൊടുക്കും. ഈ കോല് ഇങ്ങനെ ടക്ക് നടിക്കണം. അതിൻ്റെ കൂടി ഇവരിങ്ങനെ ഡപ്പ് എന്ന് ചാടണം. എന്നിട്ട് ഒരാൾ വന്നിട്ട് ചിങ്കാരിമേളം അടിക്കും. ചക്കഞ്ച ഈ ശിങ്കാരവാടി എപ്പോൾ നിർത്തുന്നോ അപ്പോൾ ഇവർ ഈ കോല് വിട്ടിട്ട് വലത്തോട്ട് ചാടി അടുത്തവൻ്റെ കോലെ പിടിക്കണം. അപ്പോൾ ഇവിടെ ഉള്ളവൻ ഇപ്പുറത്തവൻ്റെ കോലെ പിടിക്കും, ഇവിടെ ഉള്ളവൻ അപ്പുറത്തവൻ്റെ കോലെ പിടിക്കും, അവിടെ ഉള്ളവൻ ഇപ്പുറത്തവൻ്റെ കോലെ പിടിക്കും. ഇങ്ങനൊരു കോലപ്പിടുത്തം പരിപാടിയാണ് ഈ നടക്കുന്നത്. ആരുടെ കോലാണോ താഴെ വീഴുന്നത് അവൻ ഗെയിമിൽ നിന്നും ഔട്ടാവും. ആരാണോ അവസാനം കോലി പിടിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റേ കുന്തമ്പോയ കുടത്തിലും തപ്പണം കുന്തം പിടിക്കും പോലെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, കുന്തം പിടിച്ചുകൊണ്ട് ലാസ്റ്റ് വയ്ക്കുന്നവൻ മറ്റേ മാല കിട്ടും. അതാണ് സംഭവം. നമ്മളെ കോല കളിക്കുന്നതിന് മുമ്പ് പ്രശ്നമുണ്ടല്ലോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ കോലി വിട്ടില്ല, ഞാൻ കോലി വിട്ട്, നിന്റെ കോലി ഈ കോല് എൻ്റെ എന്തിനാ പ്രശ്നമൊന്നും പോലും എനിക്ക് മനസ്സിലായില്ല. കോല് കറക്റ്റായിട്ട് വിടുന്നില്ലെന്നുള്ള പ്രശ്നം. നമുക്ക് കോലി പ്രശ്നം ഒന്ന് കേൾക്കാം.
അനീഷ നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കുകയും വേണ്ട, അവർക്ക് ഗെയിം അറിയണ്ട. നിങ്ങൾ അത്രേ ഉള്ളൂ. ആ ജഡ്ജസ് 3 പേര് അവിടെ നിൽക്കുന്നു. ഗെയിം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നീ കോലി വിട്ടില്ല, എന്തുകൊണ്ട് നീ കോലി വിട്ടില്ല, കോലി വിട എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരാട്ടി. അങ്ങനെ ഇവരുടെ കോലുകൾക്കിടയിൽ ഓൾറെഡി മാരാർ ഇടപെട്ടു, അതേപോലെ തന്നെ രഞ്ജിനി ഇടപെട്ടു. നിങ്ങൾ എന്ത് പുല്ല് വേണേലും കാണിക്കുക, 2 പേരെ നമ്മൾ പിടിച്ച് പുറത്തിരുത്തുമെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇവരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ട് ജഡ്ജസിന് കാണാൻ പറ്റാത്ത പോലെ കോല് കളിക്കുന്നു. ഈ കോലിൽ നിന്ന് വിടാതെ അടുത്തവൻ്റെ കോലി തട്ടിപ്പറിക്കുന്നു. കോല് കളിക്കാൻ പോലും അറിയാം. ഓക്കെ, കോലുകളിൽ പോലും പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ ഈ പയ്യനുണ്ടല്ലോ, ഈ കോലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പയ്യൻ്റെ ഗെയിം നിങ്ങളൊന്ന് കണ്ടോണേ. ഇവ കൊള്ളാം, ഇവ സ്ട്രാറ്റജിക് ഗെയിമാണ്. ഇവൻ്റെ ഗെയിം കണ്ടോണേ. അവൻ കൊള്ളാം. ബാക്കി എല്ലാവരും ഈ കോല് പിടിച്ചിട്ട് കോലിൻ്റെ മണ്ടയ്ക്ക് പിടിക്കാൻ നിൽക്കുമ്പോൾ ഇവൻ കോലിൻ്റെ അടിയിലാണ് പിടിക്കാൻ നോക്കുന്നത്. കോലിൻ്റെ അടിയിലൊക്കെ അവൻ്റെ നോട്ടം. ഇവൻ കോലിൻ്റെ അടിയിൽ പിടിക്കുമ്പോഴത്തേനും കോല് താഴെ വീഴത്തില്ല, അവന് പൊക്കി നിർത്താൻ പറ്റും. മേളിൽ നമ്മൾ പിടിക്കാൻ വരുമ്പോഴത്തേനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കോലിങ്ങനെ നിൽക്കുക, നമ്മളിങ്ങനെ പിടിക്കാൻ വരുമ്പോൾ ഈ കോല് പോയി കഴിഞ്ഞാൽ നമുക്ക് പിടി കിട്ടത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോഴും കോലിൻ്റെ ഇവിടെ പിടിക്കുന്ന ഈ മൂട്ടിലാണ് പിടിക്കുന്നെങ്കിൽ നമുക്ക് പിടി കിട്ടും. അവനത് പിടിച്ച് നേരെ നിർത്താൻ പറ്റും. അങ്ങനെ നേരെ നിർത്തി യവൻ ഫൈനൽ വരെ വന്നു. ഫൈനൽ വരെ വന്നപ്പോഴത്തേനും അവിടെ വീണ്ടും തർക്കം എന്ന് പറഞ്ഞാൽ ജിറ്റി എന്ന് പറയുന്നൊരു കൊച്ച്. ഈ ജിറ്റി എന്നാ ചെയ്ത്, ജിറ്റിക്ക് കോല് വേണ്ട, ജിറ്റി കോല് വിട്ട്, ജിറ്റി കോല് കളഞ്ഞ്. അപ്പോൾ യവൻ ചാടി പിടിച്ചപ്പോഴത്തേനും കിട്ടിയില്ല. ജിറ്റി ഈ കോലിങ്ങനെ കുത്തേണ്ടതിന് അതിങ്ങനെ അങ്ങ് വിട്ട്. അങ്ങനെ ജഡ്ജസ് ചിന്തിച്ചു, ലവൻ ഫെയറായിട്ട് കളിച്ചു, ജിറ്റി സ്ട്രാറ്റജി ഉപയോഗിച്ചു, എന്നാൽ പിന്നെ ഒരു ചാൻസ് നമ്മളെ കൊടുത്തേക്കാന്ന് കഴിഞ്ഞപ്പോൾ ജിറ്റി പറഞ്ഞു അങ്ങനെ ചാൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ജിറ്റിയാണല്ലോ ജയിച്ചത്, ജിറ്റിക്കാണല്ലോ കമ്പ് കിട്ടിയത്. അപ്പം ജിറ്റി ചോദിച്ചു ചാൻസ് ഒന്നും കൊടുക്കണ്ട, നമ്മൾ തന്നെ വിന്നർ എന്ന് പറഞ്ഞു. അതോടെ ജിറ്റിക്ക് പിടിച്ച് ഗെയിമിൽ നിന്ന് പുറത്താക്കി. മറ്റേ മാല കിട്ടുന്നതെന്ന് മാറ്റി ഈ ചെറുപ്പക്കാരന് മാല കൊടുത്ത്. യവൻ്റെ പേരാണ് ടാഷി. എന്തൊരു പേരാ, ടാഷിക്ക് മാല കൊടുത്ത്. നമുക്ക് ഒരു ചെറിയ ക്ലിപ്പ് കാണാം കേട്ടോ. നിലപാട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. നിലപാട് മാരാർജി യു നിലപാടെന്താന്ന് മാരാർജി ചോദിക്കുന്നു. മാരാർജിയുടെ ടീമാട്ടോ. മാരാർജി ചോദിക്കുന്നു നിലപാട് എന്താണെന്നുള്ളത്. അങ്ങനെ മാരാർജിയോട് നിലപാടിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും മാരാർജി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് മാരാർജി തന്നെ നിലപാടിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതോടെ കേൾക്കാം. മാരാർജിയുടെ നിലപാടായതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. കാരണം ഇവൻ പറഞ്ഞ് യവൻ മാരാരെ കുത്തി പറഞ്ഞാണോ എന്നൊരു സംശയം. ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും, നിലപാട് പറയാനുള്ളതാണ്, നിലപാടുകൾ തുറന്നു തന്നെ പറയും എന്നിട്ട് ഒരുമാതിരി ഇരട്ടപ്പേര് വിളിക്കുന്ന പോലെ മാരാരെ ഇവൻ വിളിക്കുന്നത്. അങ്ങനെ മാരാർ ചോദിച്ചു, പറയൂ എന്താണ് നിലപാട്, നിന്റെ അഭിപ്രായത്തിൽ നിലപാട് എന്താണെന്ന് ചോദിച്ചു. യവൻ അഭിപ്രായം എപ്പോഴുണ്ട്, അത് നിലപാടുള്ളപ്പോൾ അത് എന്താണ് നിലപാട്, 2 നിലപാടുള്ളപ്പോൾ അതിലൊരു യവൻ കടന്ന് പുഴുങ്ങി. അപ്പോൾ മാരാരുടെ അഭിപ്രായത്തിൽ എന്താണ് നിലപാട് കേൾക്കാം, എന്നാലേ നമുക്ക് മനസ്സിലാത്തുള്ളൂ. നിലപാടെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് സത്യത്തിനൊപ്പമാണെങ്കിൽ അത് നമ്മുടേത്, അതല്ല തെറ്റിനൊപ്പമാണെങ്കിൽ തെറ്റ്, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. മാരാർജിക്ക് ശരിക്കും എന്തൊരു പറ്റി. നമ്മൾ എടുക്കുന്ന നിലപാട് സത്യത്തിനൊപ്പമാണെങ്കിൽ അത് നമ്മുടേത്, തെറ്റാണെങ്കിൽ അത് തെറ്റ്. ഇത് മറ്റേ BJP-യിലുള്ളവർ വോട്ട് ചെയ്യുന്നത് NDAക്കും BJP-ക്കുമാണ്, പക്ഷെ നിങ്ങളുടെ പാർട്ടി വിശ്വസിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിക്കാണ് എന്ന് മാരാർജി ഇടയ്ക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. അതേപോലെ ഉണ്ട് ഈ സാധനം. മാരാർജി എന്തിനാണ് ആ സാധനം പറഞ്ഞതെന്ന് വല്ല മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനി അടുത്ത ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പണ്ട് മുട്ടായി വർക്കലുണ്ടല്ലോ അതേപോലൊരു സാധനം. പക്ഷെ മുട്ടായി വർക്കലിന് കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വന്നു. കുറേ മറ്റേ നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ തൂറ്റിക്കിടുന്ന തോരണം ഉണ്ടല്ലോ, തോരണം ഇങ്ങനെ കീറി മുറിച്ച് ഇട്ടേക്കും ഒരു വട്ടത്തിനകത്ത്. എന്നിട്ടൊരു നീള സ്ട്രോയും കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രോ കൊണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ ഒരു കളർ ഉണ്ട് കേട്ടോ. ഈ പെങ്കൊച്ചിൻ്റെ ഒരു കളർ ഇരിക്കുന്നുണ്ടാ. ഈ പെങ്കൊച്ച് ഈ കളറുള്ള തോരണം ഈ സൈസുള്ള പേപ്പർ ഇങ്ങനെ ഈ സ്ട്രോ വെച്ചിട്ട് ഊതിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പാത്രത്തിൽ ഇടണം. ഏറ്റവും കൂടുതൽ ആരാണോ അങ്ങനെ കൊണ്ടുവരുന്നത് അവനാണ് ജയിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് ലോലിറ്റ. ഹലോ ലീറ്റ. അതിന് ഈ ലൊലിറ്റയാണ് അതിനകത്ത് ജയിക്കുന്നത്. ഈ പുള്ളിക്കാരി ആരും അറിയാതെ മൂലയിൽ കൂടെ കുറേ സാധനങ്ങൾ പെറുക്കിയങ്ങെടുത്ത്. പിന്നെ ഇതിനകത്ത് വേറൊരു പുള്ളിക്കാരനോട് ഉണ്ടായിരുന്നു കേട്ടാ. ലവനെ ഞാൻ ഉണ്ടോ നോക്കട്ടെ. യവനാണ് രണ്ടാമത് ഈ സാധനം ജയിച്ച ആള്. യവൻ്റെ പേര് ശ്യാം. ഈ ശ്യാം എന്നെ പരിപാടി ചെയ്തെന്നറിയോ? ശ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പണ്ട് ക്രിക്കറ്റിലെ മറ്റേ ഷാഹിദ് അഫ്രീദി കളിക്കുന്ന പോലൊരു കളി, കള്ളക്കളി. ഇപ്പം എൻ്റെ ബ്ലൂ തോരണം ഞാൻ എടുക്കേണ്ടെങ്കിൽ
എൻ്റെ പാത്രത്തിൽ മറ്റൊരു തോരണം കിട്ടിക്കഴിഞ്ഞാൽ അത് അവൻ ഫെയിലായി. അപ്പം എൻ്റെ പാത്രത്തിൽ ബ്ലൂ ആണ് എനിക്ക് വെക്കേണ്ടത്, റെഡ് ഒരുത്തം കൊണ്ടിട്ടാൽ ഞാൻ ഫെയിലായി. ഇത് മാരാർ വളരെ ഡയറക്റ്റായിട്ട് ക്ലൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളെ തോപ്പിക്കാം എന്നൊക്കെ മാരാർജി പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ബ്രെയിൻ ബിഗ് ബോസിന് ഭയങ്കരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബിഗ് ബോസ് ടാസ്കുകളെ അയാൾ ഭയങ്കര ടപ്പാണ് അയാളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ പുറത്തോട്ടിറങ്ങിയാൽ തീർന്ന്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ യവൻ എന്നെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യവൻ്റെ ഈ സാധനം എടുത്തു മാറ്റും, അടുത്ത ആൾ എടുക്കുമ്പോഴത്തേനും അങ്ങോട്ട് ഒരു ഊതങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ തോരണം എല്ലാം പറന്നു പോകും. അങ്ങനെ യവ 24 എടുത്തു. പക്ഷേ ഇവൻ്റെ സ്മാർട്ട് മൂവ്, ബ്രില്യൻറ്റ് മൂവിന് വേണ്ടിയിട്ട് യവനും ആ ഒരു പ്രൈസ് കൊടുത്ത് അവർ യവനെയും ആ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് കുറച്ച് പേർക്ക് ഈ പെൻഡൻറ്റ് കിട്ടിയത്. ഈ പെൻഡൻറ്റ് ഗുണം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, അതിന് വരും ദിവസങ്ങളിൽ അറിയത്തുള്ളായിരിക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ജഡ്ജസിനകത്ത് മാരാർ ഒഴികെ ആരും ഒരു കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല ആരാണ്. ഒറ്റ ദിവസം കണ്ട ഉടനെ യവം സൂപ്പർ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യുന്ന ഒരു ചിട്ടി റോബൊന്നുമല്ല. പക്ഷേ ഇവർ ഡെലിവർ ചെയ്യുന്ന ക്വസ്റ്റിന് ഒരു ബേസിക് മര്യാദ വേണ്ടേ? ഒരു ഇത് കൊള്ളാം, നല്ലൊരു ചോദ്യം ചോദിച്ചു എന്നെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണ്ടേ? സ്ത്രീ ബോയ് ഫ്രണ്ട് ചതിച്ചാരെങ്കിലും ഉണ്ടോ? എൻ്റെ ടീമിൽ വാ. പുരുഷന്മാർ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചാരെങ്കിലും ഉണ്ടോ? എൻ്റെ ടീമിൽ വാ. ഇതൊക്കെയാണ് ഇവർ ടീമിലെടുക്കുന്ന ക്രൈറ്റീരിയ. പക്ഷെ മാരാർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡിസ്പ്യൂട്ട് നടക്കുമ്പോഴത്തേനും മറ്റവർ കപ്പ് ഞങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും മാരാരാണ് അവിടെ. മീൻസ് കപ്പടിക്കണമെങ്കിൽ നീ ഇത് ഞാൻ ചിന്തിച്ചു ഈ സാധനം അവരൊക്കെ എന്ത് കപ്പടിക്കാൻ ആദ്യം അഗ്നിപരീക്ഷ ജയിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മാരാർ ആ സാധനം പറഞ്ഞു ആദ്യം നീ ഈ എലിജിബിലിറ്റി കിടക്കണം, എന്നാലേ നിനക്കൊക്കെ കപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് നോളജ് ഉള്ളത് എനിക്ക് തോന്നുന്നു മാരാർക്ക് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു അനുമാനം ശരിയാണ്, ഈ അഗ്നിപരീക്ഷ അവിടെ വരെ പോകേണ്ടി വരത്തില്ല. അതിന് മുമ്പ് റിയാസും മാരാരും കൂടെ കൂട്ടത്തല്ലാവും. പിന്നെ ഇവരെ പിടിച്ചു മാറ്റാൻ അവർ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ വരും. ആരാണോ കൃത്യമായിട്ട് പിടിച്ചു മാറ്റുന്നത് അവരെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നാളെയെങ്കിലും പൂജ ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റ് വന്നേരെ. ബൈ.